ഇത് ഷംസുദ്ദീൻ, പുതുപ്പറമ്പിൽ കനി റാവുത്തർ ഷംസുദ്ദീൻ. നല്ല ഗുമ്മുള്ളൊരു പേരല്ലേ. എൻ്റെ അപ്പനാണ്. നാട്ടിലെ ആൾക്കൊരു കടയുണ്ട്, ഷബിൻ കൂൾ ബാർ. ആൾക്ക് ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമല്ല, ഈ കടയാണ് പുള്ളിക്കാരൻ്റെ എല്ലാം. എന്നെക്കാളും പ്രായമുണ്ട് കടയ്ക്ക്, അതുകൊണ്ടാകും അത്രയ്ക്ക് സ്നേഹം. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. അതായത് കട അടച്ചിട്ട് എങ്ങോട്ടും പോവില്ല. അങ്ങനെ പോയാലും ശീക്രമാ തിരുമ്പി വരുവേ. ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയാറ് കട തുറന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. അതവിടെ നിൽക്കട്ടെ. ഇത് ഷക്കീല ഷംസുദ്ദീൻ, തൊട്ടു മുമ്പ് പറഞ്ഞ ആളുടെ ഭാര്യ, അതായത് എൻ്റെ ഉമ്മ. ഹൗസ് വൈഫ് എന്നാണ് പറയാറെങ്കിലും അയൽക്കൂട്ടം തൊഴിലുറപ്പ് എന്ന പേരിൽ പഞ്ചായത്തിലുള്ള വള്ളി മൊത്തം എടുക്കും. കൂട്ടത്തിൽ കണ്ണ് കാണത്തില്ലെങ്കിലും തയ്യലുണ്ട്. നമ്മളെക്കാട്ടിലും തിരക്ക്. ഇതൊക്കെ വെച്ചാണ് ഞങ്ങളെ വളർത്തിയത്. എന്നിരുന്നാലും മൂത്ത പുത്രനായ നിലയ്ക്ക് നമുക്കും ആഗ്രഹങ്ങളില്ലേ. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇവരുമായിട്ട് കുറെ ദൂരെ, കുറെ ദിവസത്തേക്ക് എങ്ങോട്ടും പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. അല്ലെങ്കിൽ ഒരു വാശി എന്ന് വേണേലും പറയാം. ആലോചിച്ചും പിടിച്ചും വന്നപ്പം ഏതായാലും പോവല്ലേ, എന്നാൽ ഞാൻ കണ്ട ഇന്ത്യയിലെ സ്വർഗം തന്നെ കാണിക്കാമെന്ന് ഓർത്തു. നമ്മുടെ കാശ്മീർ. കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിൽ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു. അളിയനോടും പെങ്ങളോടും ചോദിച്ചപ്പോൾ അവരും റെഡി. പിന്നെ ആകെയുള്ള ഒരു അനിയൻ അങ്ങ് ദുബായിലായതുകൊണ്ട് അവനെ കൂട്ടാനും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ മുക്കാൽ കുടുംബം മൊത്തത്തിൽ കാശ്മീർ കാണാൻ പോവുകയാണ്. പിന്നൊരു കാര്യം, ഇവരാരും ഫ്ലൈറ്റിലും കയറിയിട്ടില്ല. അപ്പോൾ അതും നടക്കും. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും നമ്മുടെ കുടുംബക്കാരുടെ കൂടെ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് സ്വാഗതം. എവിടെ പോവാ? എവിടെ പോവാ? കാശ്മീർ. നീയോ? അങ്ങനെ കുറേ പേരുടെ കുറേ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു ട്രിപ്പിന് വേണ്ടി നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് വരുന്നതിൻ്റെ കുറച്ച് ടെൻഷൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പേടിയുണ്ടോ? ഇത് നമ്മൾ എവിടെ പോവാ? ട്രെയിനിൽ കയറി എവിടെ പോവാ? തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്കിനും പരിപാടിയും എല്ലാം കഴിഞ്ഞ് കയറി ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ കയറി. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. നേരെ നമുക്ക് ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ, അതാണ് പ്ലാന്. ഇതിൽ പോയി പേടിയൊക്കെ മാറ്റിയിട്ട് ഞാൻ സൗദിയിൽ കൊണ്ടുപോകാം. മക്കയിലും മദീനയിലും ഒക്കെ കേട്ടോ. ഓക്കെ. കൊച്ചിയിൽ നിന്ന് അങ്ങനെ 3 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നമ്മൾ എവിടെ എത്തി? ഡൽഹി എത്തിയിട്ട് വേറൊരു ടെർമിനലിൽ പോകണം എന്താക്കാനായിട്ട്, ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് കയറാനായിട്ട്. അപ്പോൾ അതിന് ഇവിടുത്തെ ഒരു ട്രാൻസ്ഫർ ബസ്സുണ്ട്. ആ ബസ്സിൽ കയറിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പം T1 എന്ന് പറഞ്ഞ അടുത്ത ടെർമിനലിലെത്തി. അവിടെ വന്ന് പതിവ് പോലെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി കപ്പൂഷീനൊക്കെ കുടിച്ചിട്ട് നേരെ ഫ്ലൈറ്റിലേക്ക്. ഏറ്റവും പുറകിലത്തെ സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് നേരത്തെ ഫ്ലൈറ്റിൻ്റെ അത്രയും കംഫർട്ടബിൾ ആയിരുന്നില്ല. ടേക്ക് ഓഫിലും പരിപാടിയിലൊക്കെ കുറച്ച് കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആദ്യത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞതിൻ്റെ ആ ഒരു പേടിക്കുറവൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ പോയപ്പോഴാണ് എയർ ഹോസ്റ്റസ് വന്ന് നമ്മളോട് മിണ്ടിയത്. നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമേ ഓർത്തു ആൾ മാറിപ്പോയതാണെന്ന്. കാര്യം മലയാളി അല്ലാത്ത ഒരാൾ നമ്മുടെ വീഡിയോ കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പം കാണുന്നുണ്ട്, ഈ ട്രാൻസ്ലേഷനും സബ് ടൈറ്റിലൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നെ കേട്ടോ. ഇത് ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. ആകാശത്ത് കിട്ടും വീഡിയോ, നമുക്ക് ആകാശത്ത് മണിപ്പൂരുകാരിയാണ്. എന്നിട്ട് അവരോട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളവിടെ എത്തി, ശ്രീനഗർ വന്നെത്തി. അപ്പം നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു സെറ്റപ്പ് ആയിരുന്നില്ല. മൊത്തത്തിലൊരു പച്ചപ്പുണ്ടായിരുന്നു. ഒരു പച്ചപ്പ് ഊഷ്മളതയും ഹരിതാപയൊക്കെ വാരി വിതറിയ നിലയിലായിരുന്നു നമ്മുടെ ശ്രീനഗർ. അങ്ങനെ നമ്മുടെ ഒരു ബായ് വന്നു, ട്രാവലറിൽ കയറി നേരത്തെ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന സെറ്റപ്പ്. വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ ഉള്ളൊരു സ്ട്രീം എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. പിള്ളേരും പിറുകിണി എല്ലാം കയ്യിലുള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നിവിടെ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റാണ്. വൈകിട്ടത്തെ പരിപാടി ഒന്നുമില്ല. ഇനിയിപ്പോൾ ശ്രീനഗർ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടതാണ്, എന്നാൽ ഇവരുടെ കൂടെയും കൂടെ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാം. നല്ല കിടിലൻ സ്റ്റേ കേട്ടോ. ഭയങ്കര ഹോട്ടൽ സെറ്റപ്പ് അല്ല, പക്ഷേ ഭയങ്കര നീറ്റ് പരിപാടി. ഇതാണ് അതിൻ്റെ ഉൾവശങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. 2 ദിവസത്തെ ഉറക്കക്ഷീണം ബാക്കിയുണ്ട്. എന്നിട്ട് നമുക്ക് ശ്രീനഗറിലേക്ക് അങ്ങോട്ട് ഇറങ്ങാം. നമ്മൾ ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയേക്കുവാണ് നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ആദ്യമേ കാണാൻ പോകുന്നത് മുഗൾ ഗാർഡനാണ്. മുഗൾ ഗാർഡനിലെ നിഷാദ് ഗാർഡനാണ് ഫസ്റ്റ് കാണാൻ പോകുന്നത്. അപ്പം യൂഷ്വലി ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വരുമ്പം ഫസ്റ്റ് ശ്രീനഗറിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫാമിലി ആയപ്പോൾ വന്നപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അണ്ണാ ഇവിടെ നിഷാദ് ഗാർഡൻ എവിടെ അറിയാമോ? ഓയ് ഓയ്
കണ്ണ് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്. എന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇറക്കിയാൽ മതി. ഇത് ബലൂണിനോ? ബലൂണ് വേണോ മോനെ? നമ്മൾ ടിക്കറ്റ് എടുത്താകത്ത് കയറി കേട്ടോ. ഒരാൾക്ക് വലിയ 50, ചെറിയ പിള്ളേർക്ക് 35. ഇത് പൂക്കളാലേ. ഡാൽ ലേക്കിൻ്റെ സൈഡിലുള്ള ഒരു കിടിലൻ പാർക്കാണ് നിഷാദ് ഗാർഡൻ അല്ലെങ്കിൽ നിഷാദ് ബാഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഷാലിമാർ അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറിയാൽ മതി, എല്ലാം കൂടെ കയറേണ്ട കാര്യം. ഓൾമോസ്റ്റ് സിമിലർ സെറ്റപ്പാണ്. ഒരു ടെറസ് സ്റ്റൈലിലുള്ള ഗാർഡനാണ് കേട്ടോ. കുറേ പൂക്കളുണ്ട്. എന്തൊക്കെ കളറാണെന്നറിയോ? എനിക്ക് തോന്നുന്നത് ഇതാണ് മെയിൻലി പൂക്കളുടെ ഒരു സീസൺ. നിങ്ങൾ ഏപ്രിലാണ് വരുന്നതെങ്കിൽ മറ്റേ തുലിപ്പ് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. മാർച്ച് മിഡ് ടു മെയ്, അതാണ് ശരിക്കും പൂക്കളുടെ ഒരു കാലഘട്ടം. നമ്മുടെ വിൻ്ററൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ സെപ്റ്റംബർ ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ ആപ്പിൾ പഴങ്ങളുടെ സമയമാണ്. അപ്പോൾ അതാണ് കാശ്മീരിൻ്റെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള സമയത്താണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ച കാലത്ത് പണിഞ്ഞിട്ടുള്ള ഗാർഡൻസ് ആട്ടോ ഇതെല്ലാം. അതുകൊണ്ട് ഇതിനെ മുഗൾ ഗാർഡൻസ് എന്നും പറയപ്പെടും. പിന്നെ ഇവിടെ മറ്റേ ഡ്രസ്സില്ലേ, കാശ്മീരി ഡ്രസ്സ്, അതിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് തരും. അങ്ങനത്തെ പരിപാടികളുണ്ട്. भैया वो ड्रेस का नाम क्या है? ये कश्मीरी ड्रेस है भैया, इसका नाम है फरन. जी जी. ओके. ऐसे फोटो बनाते हैं कश्मीरी ड्रेस लगा के. ये ईशानी है, केरला के ईशानी है. എന്നടാ പോ അതിന്റെ പേരറിയോ? ഭരണി. എന്റെ പേരറിയോ? ഭരണി. ഈ ഡ്രസ്സ് ആക്ച്വലി ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അത് ട്രൈ ചെയ്യണമെന്നോ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇട്ട് കാണണമെന്നോ പോലും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ അവരത് ഇട്ട് കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് തോന്നി. വലിയ വലിയ കാര്യങ്ങളെക്കാളും പിന്നീട് അവരുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളായിരിക്കാം. പാപ്പച്ചയെ കൊണ്ട് ഇടിപ്പിക്കട്ടെ. ഇതാരത്? ഞാനൊരു ഫോട്ടോ പ്രിന്റ് എടുത്ത് ചിറ്റിന്റെ കടയിൽ കൊണ്ട് വെക്കും. കണ്ടോ? ഇരിക്കല്ലേ? 1633 നൂർജഹാൻ രാജ്ഞിയുടെ മൂത്ത സഹോദരനായ ആസിഫ് ഖാനാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടക്കുക, എവിടെയെങ്കിലൊക്കെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ അകത്തൊരു മെയിൻ പരിപാടികൾ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ കുറേ പൂക്കളാട്ടോ. പൂക്കളെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ, റോസാപ്പൂവിൻ്റെ ഒക്കെ പല പല കളറുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഈ ഗാർഡൻസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗാർഡൻ നിങ്ങൾ കയറുക. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ദർഗയുണ്ട് ഇവിടെ. ആ ദർഗയിലേക്കാണ്. പുറത്തിറങ്ങി അവിടെ നമുക്ക് കുറേ വെറൈറ്റി ഓഫ് സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാൻ പറ്റുമേ. കുറേ ചെറിയ ചെറിയ കടകളുണ്ട്. അതിൽ ഇവിടുത്തെ ഒരു കാശ്മീരി സ്പെഷ്യൽ കുൽഫി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫലൂഡയും കുൽഫിയും ഒക്കെ അടിച്ചിട്ട് ദാൽ ലേക്കിന്റെ അരികിലൂടെ നമ്മൾ ദർഗ കാണുവാനായിട്ട് വെച്ചു പിടിച്ചു. കുറെ പഴയ ബിൽഡിങ്സ് ഒക്കെ ഉള്ള തെരുവിലാണ് ഈ ദർഗയുള്ളത്. ഇതിന്റെ ഒരു വശത്ത് ദാൽ ലേക്കാണ്. മെയിൻ ഗേറ്റിന്റെ ഫ്രണ്ടിലായിട്ട് കുറെ പ്രാവുകളുണ്ടായിരുന്നു. അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നത് കൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മുടിയിഴ സൂക്ഷിച്ചിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഈ ദർഗ ശ്രീനഗറിലെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രം കൂടിയാണ്. ഹസ്രത് ബാൽ ദർഗയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ. ദ എപ്പിക് ഡാൽ ലേക്കിലാണ് കേട്ടോ. നമ്മൾ സൺസെറ്റിന് തന്നെ എടുക്കാൻ ഓർത്തു. സൺറൈസിന് എടുക്കണമെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങളെ കൊണ്ടൊക്കെ 5 മണിക്ക് എണ്ണീറ്റ് വരാൻ നടക്കില്ലാത്തതുകൊണ്ട് നമ്മൾ കയറാൻ പോവുകയാണ്. ഘാട്ട് നമ്പർ 13 എത്തിയിരിക്കുകയാണ്. എടാ ആത്തി, എടാ നീ എന്നെ ഇട്ടിട്ട് പോവാണോ?
നമുക്കായി വരാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? ശരി ജിതു. ആ കോട്ട് ഇച്ച. നമ്മളങ്ങനെ 2 ഷിക്കാരയിലായിട്ട്, ഇതിൻ്റെ പേരറിയോ? ഞങ്ങൾ 2 ഷിക്കാരയിൽ കയറിയിട്ട് പോവുകയാണ്. സൺസെറ്റിൻ്റെ സമയമാണ്, ഫുൾ ക്ലൗഡിയാണ്. പക്ഷെ അന്ന് കണ്ട ദാലിലെ കല്ലിത് ഭയങ്കര കളർ, നല്ല രസമാണ് കാണാനായിട്ട്. പച്ച എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു വേറെ ടൈപ്പ് പച്ചല്ലേ? നമ്മുടെ നാട്ടിൽ കാണുന്ന പച്ചല്ലേ, വേറെ പച്ചല്ലേ? അല്ലേ ഒരു പച്ച കളറിലെ പച്ചല്ലേ? എടാ കുഞ്ഞെ, നീ എവിടാന്നറിയാമോ നിനക്ക്? നിന്റെ അപ്പന് ഇത് കണ്ട എത്രാമത്തെ വയസ്സിലറിയാം? 37ാമത്തെ വയസ്സിലാ. ദാൽ ലേക്കിലൂടെയുള്ള ഈവനിങ് ടൈമിലെ ഷിക്കാര റൈഡാണ് കുറച്ചുകൂടെ ആക്റ്റീവ്. കുറെ അധികം കച്ചവടക്കാർ അവിടെ കറങ്ങി നടപ്പുണ്ടാവും. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ആകാം അതിന്റെ ഡ്യൂറേഷൻ. മസാല ടിപ്സിന്റെ കാശ്മീർ പാക്കേജ് എടുത്ത് വരികയാണെങ്കിൽ ഈവനിങ് ഷിക്കാര റൈഡൊക്കെ കോംപ്ലിമെന്ററി ആയിരിക്കും കേട്ടോ. ചാക്കുന് ഫ്രൂട്ട്സ് വേണോ? സൺസെറ്റിന്റെ ടൈമിലെ ദാൽ ലേക്കിലെ ആ സഫാരി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കുറേ അധികം പഴയതും പുതിയതുമായ ഹൗസ് ബോട്ടുകളും മുസ്ലിം പള്ളികളും കുറേ അധികം കച്ചവടക്കാരെയൊക്കെ കണ്ട് ഒരു മൂഡ് യാത്ര. അതിൻ്റെ കൂടെ അങ്ങ് ദൂരെ മഞ്ഞു പുതച്ച് കിടക്കുന്ന ഗുൽമർഗ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. നമ്മളങ്ങനെ 2 വള്ളത്തിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ കറങ്ങി നമ്മുടെ മീനാ ബസാറില്ലേ, ആ വള്ളത്തിൽ കൂടെ വരുമ്പോൾ മാർക്കറ്റിൽ കൂടെ ഒക്കെ കറങ്ങി തിരിച്ച് നമ്മളിവിടെ എത്തിയേക്കുവാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി എന്ത് രസമാണ് കളർന്ന് അല്ലേ? നമ്മളങ്ങനെ ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. എന്നാന്നറിയോ? എന്നാ ഫുഡ് തിന്നാം. ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട് കഴിക്കാം. ഇവിടെ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാൽനട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഫഡ്ജ് ഉണ്ട്. ഫഡ്ജ് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗേറ്റ് നമ്പർ 11 ചലോ ചലോ. ഇത് ദേ ആയി പറഞ്ഞു ഭയങ്കര അലമ്പനാ. വിചാരിക്കുന്ന പോലും ഇല്ല. ചേട്ടൻ്റെ അതേ മോഹത്തെ ഉണ്ടെന്നേ ഉള്ളൂ, സ്വഭാവം ഡിഫറെന്റാ. എന്താ ഭയങ്കര കുറുമ്പനല്ലേ നീ? കുറുമ്പനല്ലേ? ചേക്ക് ഇഷ്ടമായോ വള്ളത്തിൽ കയറിയതാ? ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമായ? നമുക്ക് ചോക്ലേറ്റ് ഒക്കെ തിന്നാലോ? ഇന്ന് തണുപ്പ് കുറവാന്നും പറഞ്ഞിട്ട് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്ന ടീംസ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇനി ഇറങ്ങുമോ ഇങ്ങനെ? ഇച്ചിരി കൂട്ടി ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര അലമ്പനാ. ആ ടോട്ടോ ഇവിടുത്തെ റെസിപ്പി 5 കോടി രൂപയ്ക്ക് ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല. അതായത് ഇത്രേ ഉള്ളൂ. ഈ മൂൺ ലൈറ്റിലെ ഈ വാൾനട്ട് ഫഡ് ഷോപ്പില്ലേ, ഇവിടുത്തെ റെസിപ്പി 5 കോടി രൂപയ്ക്ക് ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ലെന്നൊക്കെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ലെറ്റ്സ് സീ. ഫഡ്ജ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. നമുക്ക് ഫഡ്ജ് ഒന്ന് ട്രൈ ചെയ്താലോ? പൊതുവെ ഇങ്ങനെ ഒരു ഹൈപ്പുള്ളൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം വലിയ കാര്യം ഉണ്ടാവാറില്ല. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. 80 രൂപയുള്ളൊരു വാൾനട്ട് ഫഡ്ജിൻ്റെ ഒരു കേക്കിന്. പക്ഷെ അത് ബർത്തെന്ന് വെച്ചാൽ അടിപൊളിയാണ്, കിട്ടിലാണ്. നല്ല ഒരു വാൾനട്ട് ഉണ്ട് അതിന്, അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. സൂപ്പറാണ്. പിന്നെ ഐസ്ക്രീം ഉണ്ട് വാൾനട്ടിൻ്റെ, അതും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. 2 സ്കൂപ്പിന് 150 രൂപയുള്ളൂ. അപ്പം പരിപാടി നൈസാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. കുറേ സ്ഥലത്തുണ്ട് മൂൺ ലൈറ്റ്. നമ്മൾ നേരത്തെ ഇപ്പോൾ ദർഗയുടെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഒരു മെയിൻ ഷോപ്പുള്ളത്. പിന്നെ പഹൽഗാം അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയോ സ്ഥലങ്ങൾ നമ്മുടെ വെള്ളക്കൊമ്പനില്ല മിസാബ് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഫുഡ് അടിക്കാനുള്ള. അങ്ങോട്ട് പോവാണ്. നമ്മൾ വാൾനട്ട് ഫഡ്ജൊക്കെ കേട്ടിട്ട് ഇനിയിപ്പോൾ ഖയാം ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേക്കും കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇനി അടുത്തൊരു മട്ടൺ എന്ന പരിപാടിയൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് ഫുഡാണ്, നോക്കാം, പോവാം. എല്ലാം കൂടെ കുറ്റിയും പറിച്ച് പോയോ? എവിടെ പോവാണ്? തിന്നാനാന്ന് പറഞ്ഞപ്പോ മുഖത്തെ പ്രസാദം നോക്കിയ പെങ്ങളുടെയൊക്കെ. വട്ടായോ? മട്ടൺ തുച്ച് തുച്ച് ഇങ്ങനെ അടിപൊളിയാ. कैरी वाला मत है मच्छर है कैरी वाला अड्डी बोलिए भैया कैरी वो क्या है भैया?
ചിക്കൻ കുർമ. ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിജൃംഭിച്ച ഫുഡ് സ്ട്രീറ്റ് കേട്ടോ. മലയാളികൾ വന്ന് നല്ല രീതിയിൽ കരുമാറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മലയാളത്തിലൊക്കെ അവർ വർത്താനം പറയുന്നുണ്ട്. അപ്പം മട്ടൻ്റെ ബാർബിക്യൂ ഉണ്ട്, മട്ടൻ പുച്ച്. അത് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകണം. ഒരെണ്ണത്തിന് 199 രൂപ, 190 രൂപ. അപ്പോൾ അൺലിമിറ്റഡ് ബ്രെഡും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. കാണിച്ചു തരാം. ഇത് എന്തൊക്കെ സാധനം അറിയാമോ? ഡയറ്റെല്ലാം പൊട്ടും. അപ്പോൾ നിങ്ങൾ കാശ്മീരിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റ് ഫുഡ് പരിപാടി എസ്പെഷ്യലി മട്ടൺ ഐറ്റംസ് മിസ്സാക്കല്ലോ കേട്ടോ. ഓതൻറ്റിക് ട്രഡീഷണൽ കാശ്മീരി ഫുഡിന് വസ്വാൻ എന്നാണ് പറയാറ്. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ്. എങ്ങനെ ഫുഡൊക്കെ ഉണ്ടായി? അതായത് മട്ടൺ എങ്ങനെ കഴിക്കണമെന്ന് ഇവിടെ വന്ന് കഴിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വന്നാൽ മട്ടൺ മിസ് ചെയ്യുകയും ചെയ്യില്ല കേട്ടോ. പിന്നെ തിന്ന് വയറൊക്കെ മുമ്പേ ആയി. പോവാം. ഹാപ്പി അല്ലേ? ശ്രീനഗർ ഹാപ്പി. നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ശ്രീനഗർ ട്രിപ്പിൽ ഒരു സാധനം മിസ്സാക്കിയിട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിയേക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോർണിംഗ് ഷിക്കാര റൈഡില്ലേ, അത് കാണാൻ വേണ്ടി നമ്മളിത് മമതാ ചക്ക എന്ന സ്ഥലത്തെത്തി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് മച്ചാന്മാരുണ്ട്. റഫി, നൗഫൽ, സൈജോ ആൻഡ് ആദിൽ ഭായ്. ഓക്കെ, പോവാം. സുഖമാണോ? പോവാം. ഈവനിങ് കാണുന്ന ലുക്ക് അല്ലാട്ടോ രാവിലെ. നല്ല കാം ഫ്രഷ് ഫീൽ. പിന്നെ പൊതുവെ തിരക്കം കുറവാണ്. ഇവിടെ ഉള്ളവരൊക്കെ രാവിലെ തന്നെ ജോലിക്കായിട്ട് ഇറങ്ങും. അതായത് ഏർലി മോർണിംഗ് 5 മണിയൊക്കെ ആകുമ്പോഴേ കാവയുമായി ആൾക്കാരെത്തും. നമുക്ക് തുടക്കത്തിലെ ഒരു കാവക്കാരനെ കിട്ടിട്ടോ. ഉണ്ട്, സൂപ്പർ. 50 രൂപ. പിന്നെ നൗഫലും ഷൈജും അവിടെ ഇരിപ്പുണ്ട്. റാഫി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ റൂട്ടല്ല. ഈ ലേക്കിൽ ഉൾവഴികളിലൂടെയൊക്കെ കയറിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വള്ളങ്ങളിൽ പൂക്കളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് ആളുകൾ വരും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കുട്ടനാട് പോലെയാണ് ഇതിൻ്റെ ഉൾവശം. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്നവരാണ് ഇവർ. ശരിക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള വരവ് തന്നെ വേറെ ഒരു മൂഡാണ്. നമ്മൾ രാവിലെ വരുമ്പോണ്ടല്ലോ, നമ്മൾ വൈകിട്ട് കാണാത്ത കുറേ കാഴ്ചകൾ നമ്മൾ കാണും. അതായത് കുറേ വള്ളത്തിൽ ഇവിടുത്തെ കർഷകർ വന്നിട്ട് പായൽ വാരി എടുക്കും. എന്തിനാന്ന് വെച്ചാൽ ഇവർ കൃഷിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ നമ്മുടെ ബായോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ബോട്ട് കംപ്ലീറ്റ് പായൽ അവർ വാരിക്കൊണ്ട് പോയിട്ട് 2500 തൊട്ട് 3000 വരെ വിൽക്കാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ആ വഴി കൂടെ ഒക്കെ, അതായത് മെയിൻ ആ ലേക്കിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇടവഴി കൂടെ കയറി പോകും. നമ്മൾ മൺട്രോത്തുരത്തിലൊക്കെ പോകുന്ന പോലെ അങ്ങനെ കയറി കുറേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഇവരുടെ വീടുകളും കൃഷിപ്പാടങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പലതരം കൃഷികളുണ്ട്. മറ്റേ ക്യാരറ്റ് പോലത്തെ എന്തോ സാധനമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സംഭവം എന്താ വെച്ചാൽ ഇവർ കൃഷി ചെയ്യുന്ന ഐറ്റംസൊക്കെ ഈ വള്ളത്തിൽ കയറ്റിയിട്ട് രാവിലെ, നമ്മൾ കുറച്ച് ലേറ്റായല്ലോ, അപ്പോൾ രാവിലെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുറ്റിനും ഇട്ടിട്ട് ഇവിടെ സെയിൽ ചെയ്യും. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു പരിപാടി. അതാണ് ഈ വെജിറ്റബിൾ മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ നമ്മുടെ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നു, അന്ന് കണ്ടൊരു വ്യൂ അല്ല ഇപ്പോൾ കാശ്മീരിന്. ഈ പച്ചപ്പിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കോടയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ അയ്യോ വേറെ മൂടാണ്. പിന്നെ ആ റിവറല്ലല്ലോ, ലേക്കിൽ റിഫ്ലക്ഷനും കാര്യങ്ങളും. പിന്നെ ഇവിടെ പള്ളിയുണ്ട്. ആ പള്ളി ഇങ്ങനെ നോക്കിയപ്പം ബാക്ക് ഡ്രോപ്പിൽ ഹിമാലയം, ഗുൽമർഗ്, അത് ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. പിന്നെ കുറേ കിളികൾ, എന്തൊക്കെയോ പരിപാടികളൊക്കെ. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഈ തണുപ്പടിച്ച് നമ്മളിങ്ങനെ വന്നിട്ട് ചെറിയ വെയിലൊക്കെ അടിക്കുന്നുണ്ടല്ലോ. എന്തായാലും സംഭവം വിസിറ്റിംഗ്, വർത്ത് വാച്ചിങ് എന്നൊക്കെ പറയാം കേട്ടോ. കിടിലൻ പരിപാടിയാണ്. അപ്പം മെയിൻലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു മാർച്ച് പകുതി തൊട്ടിട്ട് അങ്ങോട്ടേക്ക് അടിപൊളിയാണ്. പിന്നെ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഇത് പീക്കാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ. ശ്രീനഗറിലെ കാഴ്ചകളൊക്കെ ഒരു പരിധി വരെ കണ്ടിട്ട് നമ്മളിനി പോകുന്നത് പൂക്കളുടെ താഴ്വരയായ ഗുൽമർഗിലേക്കാണ്. രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടുണ്ട്. ചെറിയ കോടമഞ്ഞടിച്ച് കിടക്കുന്ന ആ മോർണിംഗ് ലുക്ക് നല്ല മൂടായിരുന്നു. ഭയങ്കര രസമാട്ടോ. കോടയൊക്കെ കയറി കിടക്കുന്ന മലകളിൽ ഫുള്ള് പൂക്കൾ, നല്ല പച്ച കളറിൽ കിടക്കുന്ന ലാൻഡ്സ്കേപ്പ്. ഭയങ്കര മൂടാണ്. ഈ സമയം വേറെ തന്നെ ഒരു പരിപാടിയാണ്. നല്ല രീതിയിൽ കാണിച്ചു തരാം. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നമ്മൾ ഒരു ടെമ്പോയിൽ കയറിയിട്ട് ഗുൽമർഗ് പോവുകയാണ്. പോവാം. आपका नाम क्या है भैया? अजहर. तिंद्रो അവിടെ പോവാ. തിന്ദ്രു ആലമ്പൻ.
പോകുന്ന വഴിക്ക് ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ഗാർഡൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരം ഞാൻ പറയുന്ന പോലെ ബാക്ക് ഡ്രോപ്പിൽ മലകൾ, അതിൽ അന്ന് നമ്മൾ മഞ്ഞ കണ്ടെങ്കിൽ ഇപ്പോൾ കോടയാ. ആ ഒരു മൂഡ് ഒരു രക്ഷയില്ല. ഫ്രഷോട് ഫ്രഷ്. കടയിൽ നാരങ്ങാളം പറ്റുകൊണ്ട് നിനക്ക് കാണാൻ പറ്റുമോ? വീഡിയോ കണ്ടിട്ട് എവിടെ പോകേണ്ടത് നിനക്ക്? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് ഈ പുറകെ ഇരിക്കുന്ന പുള്ളി ഉണ്ടല്ലോ, മേരാ ഫാദർ, അങ്ങനെ കട വിട്ട് പുറത്തോട്ട് ഇറങ്ങത്തില്ലാത്ത മനസ്സിലാണ്. നമ്മൾ 10 ദിവസം പുള്ളിയെ ചാടിച്ചിട്ടുണ്ട്. മിക്കവാറും 2 ദിവസം കഴിയുമ്പോൾ കുരു പൊട്ടുമായിരിക്കും. എന്നാലും നോക്കാം. പറഞ്ഞ നിങ്ങളുടെ കാര്യം പറഞ്ഞ ഗുൽമർഗ് മേഘമാ. മേഘത്തിന്റെ ഇടക്കൂടെ കയറി പോയിട്ട് വരും മേഘോട്ട്. മഞ്ഞ് ജീവിതത്തിൽ കാശ്മീർ കാണാൻ പറ്റുമെന്നൊക്കെ ഓർത്തിട്ടുണ്ടോ? ചൂട് പരിപാടി സോ ഹാപ്പി. കാണാമല്ലോ. പൊതുവെ മഞ്ഞ് മൂടിയ കാശ്മീർ കാണാനാണ് എല്ലാവർക്കും താല്പര്യം. ആദ്യമായിട്ട് മഞ്ഞുമല കാണുന്നതും മഞ്ഞ് വാരുന്നതും ഒക്കെ ഒരു പ്യുവർ ഇമോഷണൽ മൊമെന്റ് ആണ്. കുറേ നാൾ മുമ്പ് സിക്കിമിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ലിറ്ററലി സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണ് നിറയും. മഞ്ഞിൻ്റെതായ കാഴ്ചകൾ കാണുവാൻ നല്ല ഭംഗിയാണെങ്കിലും ഈ ഒരു കാലാവസ്ഥയിൽ കാശ്മീർ കാണാൻ ഒന്നുകൂടെ മൊഞ്ചാണ്. നമ്മളിത് ഗുൽമർഗിൽ എത്തിയിരിക്കുകയാണ്. അന്ന് കണ്ട ഗുൽമർഗേ അല്ല, അന്ന് ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു. ഫുള്ള് പച്ചയായിട്ടുണ്ട് കേട്ടോ. മഴയുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷേ മഞ്ഞുണ്ട്. ഫേസ് 2 മഞ്ഞുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ നോക്കാം. വാ, റെഡിയാണോ അമ്പടോ? ഇതന്നെ മസിലോ കൊച്ചിക്കനി വേണോ? ജാക്കറ്റ് എന്തി? ജാക്കറ്റ് റൂമിൽ നിന്റെ കഷത്തി മസിലുണ്ടോ? എല്ലാരും മറ്റേ കുട്ടിക്കാനം വാഗമണ്ണൊക്കെ പോകുന്നവര് വന്നേക്കുവാ. ഞാൻ അവിടുന്ന് ജാക്കറ്റ് എല്ലാം പൊഞ്ഞുകൊണ്ട് വന്നതാ. അതെല്ലാം വണ്ടിയിലും അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വന്നിറങ്ങുമ്പോൾ ആൾക്കാർ ഒന്ന് പൊതിയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐ ലവ് ഗുൽമർഗ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. മറ്റേ സംഭവമില്ല, അതിൻ്റെ അവിടെ താഴെ കിടക്കുന്ന വഴിയിൽ ഒരു 10 മിനിറ്റ് കിടന്നു കഴിഞ്ഞാൽ ഗോണ്ടോളോടെ എൻട്രൻസ് പോയിന്റിലെത്തും. അത് ചെയ്താൽ മതി. വെറുതെ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് കറക്കി തിരിച്ച് അപ്പുറത്തോടൊക്കെ കൊണ്ടുപോകും. പിന്നെ കുതിരപ്പുറത്ത് കയറി പോകാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കുതിരപ്പുറത്ത് കയറിയുള്ള പരിപാടി അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. ഗോണ്ടോള പോയിന്റ് വരെ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം ദൂത്പത്രിയോ അല്ലെങ്കിൽ സോൻമർഗൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ആരും ഒന്നും എടുത്തിട്ടില്ല, നടക്കുവാണ് അങ്ങോട്ട്. ഓക്കെ, നിങ്ങൾ കൊച്ചിങ്ങനെ ഇപ്പോൾ നടക്കണേ. നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് പിള്ളേരൊക്കെ ഏറ്റവും എക്സൈറ്റഡ് ആയത് ഈ ഗോണ്ടോള റൈഡിന് വേണ്ടിയായിരുന്നു. 2 ഫേസ് ഉണ്ടല്ലോ, അതിൽ ഫേസ് 1ന്റെ ടിക്കറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. അതും നേരത്തെ ബുക്ക് ചെയ്തിട്ട്. ഫേസ് 2 മഞ്ഞ് നമുക്ക് ഏകദേശം മിസ്സാവും. പേടിയുണ്ടോ? എനിക്ക് നല്ല പേടി. അങ്ങനെ 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ട് ഗോണ്ടോളയിൽ കയറി. അവരൊക്കെ എന്താ അങ്ങോട്ട് റൗണ്ട് അടിക്കുന്ന? അത് പോയിട്ട് തിരിച്ചു വരുന്നാടാ. അണ്ണാച്ചി ഫേമസ്. ഇവിടെയൊക്കെ മഞ്ഞായിരുന്നു. എങ്ങനെയുണ്ട്? 2 മാസം കൊണ്ട് കംപ്ലീറ്റ് വെതർ മാറി. നമ്മളെന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു ഈ പോകുന്ന വഴിക്കെല്ലാം. ഇപ്പോഴത്തെ താഴത്തെ വീടുകളൊക്കെ കണ്ട, അത് ആക്ച്വലി മറ്റേ ആട്ടിനെ മേയ്ക്കുന്ന ആൾക്കാരല്ല അവർ താമസിക്കുന്നത്. കണ്ട അതുണ്ടാ വീടുകളുണ്ടാവും. അവിടുത്തെ ആട്ടിടയന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളല്ല. ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ മുള്ളു മഞ്ഞായിരുന്നു.
चना है ना साहब ये लो कॉफी പേടിച്ചോ കേബിൾ കാർ കയറിയിട്ട്? चना बेल चना बेल चना बेल ഞാൻ ഭയങ്കര പേടിയാണ്. ഒരു പേടിയില്ലായിരുന്നു. പിന്നെ പിള്ളേരെ കാണാൻ പറ്റുമെന്ന് ഓർത്ത് തന്നെയാണ് ചോദിച്ചത്. 3050 മീറ്റർ ഉയരത്തിലുള്ള കോങ്കോ 3 അഥവാ ഫേസ് 1 നമ്മൾ എത്തി. മഞ്ഞങ്ങ് ദൂരെ നിന്ന് കാണുവാനേ സാധിച്ചുള്ളൂ. ഫേസ് 2 പോകണം, മഞ്ഞടുത്തുനിന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമായിട്ട് വന്ന പിള്ളേർക്കൊക്കെ ചെറിയ തോതിൽ നിരാശയായി. ഇവരെ മഞ്ഞ് കാണിക്കാനുള്ള ഒരു വഴി നോക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അന്നേരം മനസ്സിലായി. ഇവിടെ മഞ്ഞ് വിന്ററിലേ ഉണ്ടാവത്തുള്ളൂ. മാറിയില്ലേ, സമ്മർ ആയില്ലേ? സമ്മറിൽ മഞ്ഞ് ഉണ്ടാവോ? രാത്രിയാണ് ഇവിടെ മഞ്ഞുണ്ടാകുന്നേ. ഇല്ല, മഞ്ഞുണ്ടാകുന്നില്ല. പിന്നെ ഇവിടുത്തെ ഈ തണുപ്പടിച്ച് നടക്കുമ്പോൾ നല്ലപോലെ വിശക്കുവേ. നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അധികം പ്രശ്നം ഉണ്ടായില്ല. അവിടുത്തെ മഞ്ഞെല്ലാം ഉരുകി നല്ല പുൽമേടുകളായി പച്ച വിരിച്ച് കിടക്കുന്ന ആ സ്ഥലത്തിന് ഭംഗി കൂട്ടുവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ദേവദാരു മരങ്ങളും ദൂരെ മഞ്ഞു പുതച്ച് കിടക്കുന്ന ഹിമാലയവും. കുറച്ചു നേരം അതിലെ ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ച് നടന്നു. നല്ല കാറ്റായതുകൊണ്ട് തണുപ്പിന്റെ കാടിന് നല്ല കൂടുതലായിരുന്നു. പിള്ളേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അവസാനം. നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഗുൽബർഗയിൽ കൂടെ കറങ്ങിയടിച്ച് നടന്നിട്ട് തിരിച്ചു പോവാണ്. മഞ്ഞ് കണ്ടിട്ടില്ലല്ലോ, മഞ്ഞ് കാണിക്കാം. എന്നെ തിരക്കല്ലേ? തിരക്ക് ഭയങ്കര ഒരു മടുപ്പാ. മഞ്ഞ് മേളിലുണ്ട്, ഫേസ് 2 പക്ഷേ ഫേസ് 2 വരെ എത്താനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയില്ല. അതല്ല, അതുകൊണ്ട് ക്യൂ നിന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചാവും. പൂച്ചാ, മഞ്ഞ് കാണിച്ചു തരാം. നമ്മൾ ചിലപ്പോൾ എല്ലാം വിചാരിക്കുന്നത് നടക്കൂലല്ലോ. അങ്ങനെ നടന്നാൽ പിന്നെ അതിനകത്ത് രസമില്ലല്ലോ കേട്ടോ. മഞ്ഞ് കാണാതെ പറഞ്ഞ് കൊണ്ടുവന്നോ പിള്ളേരെ? നടന്നില്ല, ഭയങ്കര തിരക്കാണ്. തിരക്കൊന്നും ഇവിടെ ഒരു ഇത്രയും തിരക്കിലൊരു സുഖമില്ല. തിരിച്ചിറങ്ങിയപ്പോൾ ഫുള്ള് കോടമഞ്ഞ് കയറിയ സെറ്റപ്പ് ആയിരുന്നേ. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ കേബിൾ കാർ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്ന കാഴ്ച ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഒരു കാറിൽ 6 പേർക്കാണ് മാക്സിമം കയറാൻ സാധിക്കുന്നത്. കാശ്മീരിൽ ഒരിക്കലും ഇങ്ങനെ കോട കയറിയ ഒരു കാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ. കാശ്മീരിൽ വരുന്നവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ലൊക്കേഷൻ ഗുൽമർഗ് തന്നെയാണ്. അതിപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഈ കേബിൾ കാർ എക്സ്പീരിയൻസ് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നാട്ടുകാരെ മൊത്തം തല്ലി അടക്കുമ്പോൾ ഓർക്കണം കേട്ടോ. എല്ലാവർക്കും കൂടെ എടുത്തിട്ട് അടിച്ച് വലിയ പുള്ളി അടിച്ച് കയറി പോയാൽ എല്ലാവർക്കും അടിയും കൊടുത്ത് കയറി പോയാലടാ. എന്നിട്ട് അങ്ങനെ തന്നെ വേണം. എവിടെ നോക്കണം, മത്തങ്ങ തലയാ. അവനെ നൈസായിട്ട് ഇതിൽ കയറി എന്തിനാ അറിയാവോ? അവന് വീഡിയോയിൽ വരാൻ വേണ്ടി അല്ലടാ കള്ള. അവന് യൂട്യൂബിൽ അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് കാണിക്കാനാ. അണ്ണച്ചിയുടെ വീഡിയോയിൽ വന്നത് കാണിക്കാനല്ലടാ അല്ലേ? സത്യം പറ. കള്ള പെങ്ങടെ മക്കൾക്കൊക്കെ നല്ല വിലയാ ഇല്ലടാ. അതായത് നാട്ടിൽ നിന്ന് അതായത് കൂടുതൽ ഇതൊന്നും അഭിനയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോട്ടെ. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ ലഗേജിൽ ജാക്കറ്റൊക്കെ കെട്ടി കൊണ്ടുവന്നിട്ട് റൂമിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ആ, എന്നിട്ട് ജാക്കറ്റ് എടുക്കാതെ പേരക്കൊച്ചിന്റെ ടീഷർട്ടൊക്കെ ഇട്ടുണ്ടോ തള്ള നടക്കുന്നത്. വലിയ പുള്ളിയാ, എല്ലാം അറിയാന്നുള്ളൊരു ഭാവം. അതെ, മക്കളെ എല്ലാം നോക്കി വന്നപ്പോ ഞാൻ ഔട്ടായി. ചുരിദാറൊക്കെ ഇട്ടത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഗുൽമർഗിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇല്ലേ മക്കളെ? മഞ്ഞ് കാണാൻ പറ്റാത്ത നിരാശ ഉണ്ടല്ലേ? മഞ്ഞ മത്സ്യം നമ്മൾ വേറെ കാണാൻ നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി ഇവിടെ നിന്ന് 500 രൂപ കൊടുത്താൽ ഒരു വണ്ടിക്ക് നമ്മളെ അവിടെ കൊണ്ടാക്കി തരും എല്ലാവരും കൂടെ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് കശ്മീർ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിസ് ചെയ്ത ഒരു സ്ഥലമുണ്ട്, ഏതാ? പേൽഗാം. പിന്നെ ഇവിടെ ഗൂറസ് വാലി എന്ന് പറഞ്ഞിട്ട് ഗുറേസ് കിട്ടില്ലെന്നൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു 1-2-3 എപ്പിസോഡും കൂടെ കാണിക്കാം കേട്ടോ. ഒരു പക്ക ഫാമിലി വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അധികം കിട്ടാറില്ല. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ടൊക്കെ നടക്കണമല്ലോ. മറ്റേ നമ്മുടെ ഡിവിൻ്റെ കൂടെ ഒന്നും വരുന്ന പോലെ അല്ല, തലവേദനയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ബൈ. ഈ റംസുവിനെ കാണുന്നില്ല. അപ്പം അത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഗുൽബർഗിലെ കാശ്മീരിൻ്റെ കാഴ്ചകളൊക്കെ അല്ലടാ. നമ്മൾ വരുന്ന വഴിക്ക് വേറൊരു കിടില സാധനം കേട്ടോ. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമ്മൾ ആലിപ്പഴം എന്നൊക്കെ പറഞ്ഞ് 1-2 വീണത് കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനല്ല കേട്ടോ. എൻ്റെ അപ്പോ ഫുള്ള് എന്തിനാ പായസം ആയിട്ട് വരാം.
തമ്പി കീഴെ ഇറങ്ങ, തമ്പി കീഴെ. ഓ